നമസ്കാരം. പ്രധാന വാർത്തകൾ. മുനമ്പത്തുകാരെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള പ്രശ്നപരിഹാരം അപ്രായോഗികം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മുനമ്പത്ത് ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കരുതെന്ന് മുനമ്പം കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. വഖഫ് ബോർഡിന് സമ്മതമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കണമെന്നും വഖഫ് ബോർഡും ഫറൂഖ് കോളേജുമായി ചർച്ച നടത്തി പരിഹാരത്തിനായി ശ്രമിക്കണമെന്നും രാമചന്ദ്രൻ നായർ പറഞ്ഞു. മുനമ്പത്ത് എത്ര താമസക്കാരുണ്ടെന്ന വിവരം കമ്മീഷൻ ശേഖരിച്ചിട്ടില്ല. മുനമ്പത്ത് ജനങ്ങളെ കേരളത്തിന്റെ വേറെ സ്ഥലത്ത് പറിച്ചു നടന്നത് അപ്രായോഗികമല്ല. കോടതി വിധികളിൽ മുനമ്പം കമ്മീഷൻ ഇടപെടില്ല. സർക്കാരും വഖഫ് ബോർഡും ഫറൂഖ് കോളേജും ധാരണയിലെത്തിയാൽ ഒരു കോടതിയും അതിൽ ഇടപെടില്ല. മുഴുവൻ വസ്തുവും ഫറൂഖ് കോളേജ് വിറ്റതാണെന്നും വഖഫ് ബോർഡിന് നിയമപരമായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം റിപ്പോർട്ട് ഈ മാസം അവസാനത്തോടെ സമർപ്പിക്കുമെന്നും CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. മിൽമ തിരുവനന്തപുരം മേഖലയിൽ സമരം. രാവിലെ 6-ന് ശേഷം പാൽവണ്ടികൾ പുറപ്പെട്ടില്ല. മിൽമ തിരുവനന്തപുരം മേഖലയിൽ ഇന്നു മുതൽ തൊഴിലാളി യൂണിയനുകളുടെ അനിശ്ചിതകാല സമരം. INTUC-യും CIT-യും സംയുക്തമായാണ് പണിമുടക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ P. മുരളിയെ MD ആയി വീണ്ടും നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് സമരം. പാൽ വിതരണം തടസ്സപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. രാവിലെ 6 മണി മുതൽ അനിശ്ചിതകാലത്തേക്കാണ് പണിമുടക്ക്. 58 വയസ്സ് പൂർത്തിയായി സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ P. മുരളിക്ക് വീണ്ടും മിൽമ MD ആയി പുനർനിയമനം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ഇന്ന് 6 മണിക്ക് ശേഷം പാൽവണ്ടികൾ പുറപ്പെട്ടില്ല. ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി വിതരണം ചെയ്ത പാൽ കടകളിൽ കിട്ടും. പത്തനംതിട്ട കൊന്നമൂട്ടിൽ കാറിടിച്ച സ്കൂട്ടർ യാത്രികൻ മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന യുവാവ് അറസ്റ്റിൽ. വടശ്ശേരിക്കര സ്വദേശി ജസ്റ്റിനാണ് അറസ്റ്റിലായത്. ജസ്റ്റിൻ വാഹനം ഓടിച്ചിരുന്നത് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. പിന്നാലെയാണ് അറസ്റ്റ്. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം പത്തനംതിട്ട കൊന്നമൂട്ടിലായിരുന്നു കാറും സ്കൂട്ടറും ഇടിച്ച് അപകടമുണ്ടായത്. അമിത വേഗതയിൽ ജസ്റ്റിൻ ഓടിച്ച കാർ സ്കൂട്ടർ യാത്രികനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഓമല്ലൂർ സ്വദേശിയും ബസ് ഡ്രൈവറുമായ ജോബിനാണ് അപകടത്തിൽ മരിച്ചത്. ജോബിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന അടൂർ സ്വദേശി സുബിന് ഗുരുതരമായി പരിക്കേറ്റു. നാല് വയസ്സുകാരി നേരിട്ടത് ക്രൂരപീഡനം. ശരീരത്തിൽ മുറിവുകൾ. ബന്ധുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മൂഴിക്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 4 വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിലെ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ഇരയായി. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. വീടിനകത്ത് വെച്ചായിരുന്നു കുട്ടി അധികവും പീഡനത്തിന് ഇരയായത്. ചോദ്യം ചെയ്യലിനിടെ പ്രതി പൊട്ടിക്കരഞ്ഞുവെന്നും കുറ്റം സമ്മതിച്ചുവെന്നും പോലീസ് അറിയിച്ചു. പോക്സോ, ബാലനീതി വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും കേസ് അന്വേഷിക്കുക. നാടകം കളിച്ചതിന്റെ വൈരാഗ്യം. സന്തോഷ് കീഴാറ്റൂരിന്റെ മകനെ BJP പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. നടൻ സന്തോഷ് കീഴാറ്റൂരിന്റെ മകനും സുഹൃത്തുക്കൾക്കും നേരെ BJP പ്രവർത്തകരുടെ ആക്രമണമെന്ന് പരാതി. നാടകം കളിച്ചതിന്റെ വൈരാഗ്യത്തിൽ മകനെയും സുഹൃത്തുക്കളെയും മർദ്ദിച്ചുവെന്നാണ് പരാതി. കണ്ണൂർ തൃച്ചംബരത്തായിരുന്നു സംഭവം. കൂട്ടുകാരന്റെ പിറന്നാളാഘോഷം കഴിഞ്ഞ മടങ്ങും വഴിയാണ് സന്തോഷ് കീഴാറ്റൂരിന്റെ മകൻ യേതു സന്തോഷിനെയും കൂട്ടുകാരെയും മർദ്ദിച്ചത്. കലാപ്രവർത്തനം നടത്തിയതിനായിരുന്നു മർദ്ദനമെന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു.